പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സാവാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചാണ്. സിവിൽ സർവീസ് പരീക്ഷ ഒരു വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് പരീക്ഷയായിട്ട് അറിയപ്പെടുന്ന മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്ന പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എന്ത് വായിക്കണം, എന്ത് വായിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണ്. സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന UPSC നമ്മളോട് ഒരിക്കലും പറയുന്നില്ല ഇന്ന പുസ്തകം വായിക്കണം എന്നുള്ളത്. ഈ പുസ്തകം വായിച്ചാൽ നമ്മൾ പാസ്സാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ പ്രിപ്പറേഷനിൽ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സിലബസിൽ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത ആളുകളും വായിച്ച ഗ്രന്ഥങ്ങളെ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. സോ സിവിൽ സർവീസിൽ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റിസോഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിസോഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന്, സിലബസ് ആൻഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയണം അതിന് സിലബസ് എന്താണെന്ന്. തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, കോളേജ് വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളോടാണ്. സിലബസ് നിങ്ങൾ കാണണം, അത് 1, 2, 3 പ്രാവശ്യം വായിക്കണം. അതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോവുക. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ളൊരു സ്ട്രാറ്റജി അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിലേക്ക്, റിസോഴ്സിലേക്ക് നമ്മൾ പോകേണ്ടത്, പുസ്തകങ്ങളിലേക്ക് പോകേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളെ പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. NCERTയുടെ +1, +2 വരെയുള്ളതോ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT പുസ്തകങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കുകളാണ്. 1 സിലബസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, 2 NCERT ബുക്സ്, 3 അഡ്വാൻസ്ഡ് ബുക്സ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി വായിക്കണം. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കണം. അങ്ങനെ ഓരോ വിഷയത്തിനും നമ്മുടെ പൊതുവിജ്ഞാനത്തിലെ ജനറൽ സ്റ്റഡീസിലെ ഓരോ ഭാഗത്തിനും പഠിക്കാൻ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻസ്ഡ് ബുക്സ് ഉണ്ട്. അത് നമ്മൾ അറിയൽ വളരെ പ്രധാനമാണ്. 4ാമതായിട്ട് അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്കറിയാം കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട മാഗസിൻസ്, സിവിൽ സർവീസ് ക്രോണിക്കിളിനെ പോലെ സിവിൽ സർവീസ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബുക്കുകളും നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ ഇത് 4മാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതാണെന്നുള്ളതാണ്. ഹിസ്റ്ററി പ്രിലിമിനറിക്കും അതുപോലെ തന്നെ പ്രിലിമിനറിയുടെ 200 മാർക്കിൻ്റെ ജനറൽ സ്റ്റഡീസിൽ 1ാമത്തെ പേപ്പറിൽ വരുന്ന ഏകദേശം 10, 20, 25, 26 മാർക്കിനൊക്കെ 30-നടുത്ത് മാർക്കിന് പ്രിലിമിനറിക്ക് ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. അതിൽ മോഡേൺ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻ എക്സാമിന് 250 മാർക്കിൻ്റെ ഒരു പേപ്പർ ഇന്ത്യൻ ഹിസ്റ്ററി പ്ലസ് വേൾഡ് ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി പ്ലസ് ഇന്ത്യൻ ജോഗ്രഫിയും സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും സോഷ്യൽ സ്കീംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറാണ് 250 മാർക്കിന്. അപ്പോൾ ഏകദേശം 150 മാർക്കിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്രം മെയിൻ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും സിവിൽ സർവീസിന് ഇൻ്റർവ്യൂവിനും ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് എല്ലാ ചോദ്യത്തിലും നമ്മളെ സഹായിക്കും. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് മോഡേൺ ഇന്ത്യക്ക് നമ്മൾ വായിക്കേണ്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്. മോഡേൺ ഇന്ത്യയിൽ എനിക്കറിയാം ബ്രിട്ടീഷുകാരുടെ ആഗമനം മുതൽ, ബ്രിട്ടീഷ് കൊളോണിയലിസം മുതൽ, ബ്രിട്ടീഷുകാരുടെ അധിനിവേശം മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമാപനം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള ചരിത്രം അതിൽ വരുന്നുണ്ട്. അതിൻ്റെ സിലബസ് ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നമുക്ക് പിന്നീട് നടത്താം. ഞാൻ നേരിട്ട് പുസ്തകത്തിലേക്ക് കടക്കണം. ഒന്നാമതായിട്ട് സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്ക് മോഡേൺ ഇന്ത്യക്ക് നിങ്ങൾ വായിക്കേണ്ട ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ റിസോഴ്സ് NCERT ആണ്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTയിൽ മോഡേൺ ഇന്ത്യയുടെ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. രണ്ടാമത്തെ പുസ്തകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ,
എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് രാജീവ് ആഹിർ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഒരു IAS IPS IAS പരീക്ഷ പാസ്സായിട്ടുള്ള ആളാണ്. സ്പെക്ട്രം എന്നറിയപ്പെടുന്ന പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ, മൂന്നാമത്തെ ഒരു പുസ്തകമാണ് ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ. ശേഖർ ബന്ദോപാധ്യായാണ് ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ. പ്ലാസി യുദ്ധം മുതൽ ഇന്ത്യയുടെ വിഭജനം വരെയുള്ള ചരിത്രമാണ് ശേഖർ ബന്ദോപാധ്യായയുടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. നാലാമതായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ബിപിൻ ചന്ദ്ര എഴുതിയുള്ള ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പം 4 പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നാമത് NCERT ബുക്സ്, രണ്ടാമത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, മൂന്നാമത് ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ, നാലാമത് നിങ്ങൾ വായിക്കേണ്ട ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബിപിൻ ചന്ദ്രൻ്റെ. ഇതിൽ NCERT കൂടാതെ ഏതെങ്കിലും ഒരു പുസ്തകം, ഈ ബാക്കി പറഞ്ഞ 3 പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ഒന്ന് ഫോക്കസ് ചെയ്യുക, എല്ലാം കൂടി വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി മൊത്തത്തിൽ മോഡേൺ ഇന്ത്യയെ കുറിച്ച് ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടും, ഒരു കാഴ്ചപ്പാട്. നിങ്ങളെ എസ്സേ കൂടുതൽ ഓർണമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങളെ എസ്സേ ബ്യൂട്ടിഫൈ ചെയ്യാനും നല്ലൊരു കാഴ്ചപ്പാട് കിട്ടാൻ നിങ്ങൾ വായിക്കുന്നതാണ് ഫ്രം നമ്മുടെ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അത് എഴുതിയിട്ടുള്ളത് ബിപിൻ ചന്ദ്രയാണ്. സോ അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഐഡിയ എനിക്ക് മോഡേൺ ഇന്ത്യയുമായിട്ട് കിട്ടും. ഇനി മിഡീവൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ബുക്സിനെ കുറിച്ച് ഒന്ന് NCERT തന്നെയാണ്. NCERT ആണ് മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം മുഗളന്മാരുടെയും അതുപോലെ തന്നെ ഡൽഹി സുൽത്താൻമാരുടെയും അതുപോലെ തന്നെ പല രീതിയിലുള്ള ചോളാസ്, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം, അങ്ങനെ പല ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾ വായിക്കേണ്ടത് NCERT പറഞ്ഞു. രണ്ടാമതായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് തമിഴ്നാട് ഗവൺമെൻറ് കീഴിലുള്ള SCERT അവരുടെ ടെക്സ്റ്റ് ബുക്ക്, +1 +2 ടെക്സ്റ്റ് ബുക്ക് തമിഴ്നാട് ഗവൺമെൻറ്, അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വളരെ നല്ല സഹായകമായ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ടും ഡിസ്ക്രിപ്റ്റീവായിട്ടും നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് SCERT ബുക്ക്. മൂന്നാമതായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ എഴുതിയത് നിങ്ങൾക്കറിയാം സതീഷ് ചന്ദ്ര എന്നറിയപ്പെടുന്ന മധ്യകാല ചരിത്രകാരനാണ്. മധ്യകാല ചരിത്രവുമായിട്ട് ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ് സതീഷ് ചന്ദ്ര. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ വായിക്കാം. നാലാമത്തെ പ്രധാനപ്പെട്ടത് പൂനം ദലാൽ ദാഹിയ എന്നറിയപ്പെടുന്ന ആളുടെ ഒരു ഗൈഡാണ്. ആൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ബുക്കാണ് പൂനം ദലാൽ ദാഹിയ. ഇതാണ് മിഡീവൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട്. ഇനി നിങ്ങൾക്കറിയാം ആൻഷ്യൻ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ NCERTയുടെ ആദ്യത്തെ ഭാഗങ്ങൾ, 6ാം ക്ലാസ്സിലെ ഭാഗങ്ങളാണ് ആൻഷ്യൻ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട് ഗവൺമെൻറ് +1 +2 SCERT അവരുടെ സംസ്ഥാനത്തിൽ ഇറക്കിയുള്ള +1 +2 ബുക്ക്. മൂന്നാമത് നിങ്ങൾ വായിക്കേണ്ടത് ഇന്ത്യാസ് ആൻഷ്യൻ്റ് പാസ്റ്റ്, RS ശർമ്മ എന്നറിയപ്പെടുന്ന പൗരാണിക ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയുള്ള RS ശർമ്മയുടെ ഇന്ത്യാസ് ആൻഷ്യൻ്റ് പാസ്റ്റ് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ DN ജായുടെ ആൻഷ്യൻ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ബുക്ക്, ആൻഷ്യൻ്റ് ഇന്ത്യ DN ജാ എഴുതിയുള്ള ആ ബുക്ക് നിങ്ങളെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അഥവാ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇത് മെയിൻസിനാണ് കൂടുതലായിട്ട്. ഇപ്പോൾ മോഡേൺ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, ആൻഷ്യൻ്റ് ഇന്ത്യ പ്രിലിമിനറിക്കും വരും, മെയിൻ എക്സാമിനും വരും ജനറൽ പേപ്പറിൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്രാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കേണ്ട പ്രധാനപ്പെട്ട ബുക്കാണ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന പുസ്തകം നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നറിയപ്പെടുന്ന നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട രാമചന്ദ്ര ഗുഹ എഴുതിയിട്ടുള്ള ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ദി ഹിസ്റ്ററി ഓഫ് വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന പുസ്തകം. ഈ പുസ്തകം വളരെ സഹായകമാണ് എസ്സേക്കും. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ, നല്ലൊരു ധാരണ
പോസ്റ്റ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കിട്ടാൻ ഈ 2 പുസ്തകം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിച്ചാൽ മതി, ഒന്ന് വായിച്ചാൽ മതി. ഇനി വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്കറിയ മെയിൻസ് എക്സാമിന് മാത്രമാണ് വരുന്നത് വേൾഡ് ഹിസ്റ്ററി. ഇതിൽ 1750 ശേഷമുള്ള വ്യവസായ വിപ്ലവം മുതലുള്ള ചരിത്രമാണ്. അതായത് ലോകത്തെ പല റവല്യൂഷൻസ്, വിപ്ലവങ്ങളൊക്കെയാണ് ഇതിൽ എന്താണ് പ്രധാനമായിട്ട് വരുന്നത്. റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതുപോലെ തന്നെ എനിക്കറിയാം കോൾഡ് വാർ, സ്വാതന്ത്ര്യ സമരങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് വരുന്നത്. ഇത് നിങ്ങൾ വായിക്കേണ്ടത് മാസ്റ്ററിങ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി. ഇത് എഴുതിയത് നോർമാൻ ലോവ് എന്നറിയപ്പെടുന്ന ആളാണ്, നോർമാൻ ലോവ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് വേൾഡ് ഫ്രം ദി 19th century ടു ദി ഏർലി 20th century. അഥവാ ഇന്ത്യ ലോക ചരിത്രം 19ാം നൂറ്റാണ്ട് മുതൽ 21ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം എഴുതിയിട്ടുള്ളത് എനിക്കറിയാം അർജുൻ ദേവ് എന്നറിയപ്പെടുന്ന ഒരാളാണ്. വളരെ നല്ല രീതിയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ചരിത്രം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അർജുൻ ദേവ്. NCERTയുടെ ബുക്സൊക്കെ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഫ്രം ദി ലേറ്റ് 19th century ടു ദി ഏർലി 20th century എന്നറിയപ്പെടുന്ന ബുക്ക്. അതുപോലെ തന്നെ ഒരു ഗൈഡാണ് അടുത്ത ബുക്കായിട്ട് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന പുസ്തകം. കൃഷ്ണ റെഡ്ഡി എന്നറിയപ്പെടുന്ന ആൾ ഒരു ഗൈഡാണ്, പ്യൂർലി ഒരു ഗൈഡാണ്. മറ്റുള്ള 2 ബുക്കുകളും ടെക്സ്റ്റുകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ പിന്നെ അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അത് പ്രിലിമിനറിക്കും ചോദിക്കാറുണ്ട്, മെയിൻ എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മോഡേൺ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, ആൻഷ്യൻ്റ് ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, വേൾഡ് ഹിസ്റ്ററി. 6ാമത്തെ ഒരു ഭാഗമാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ഇതിൽ നിങ്ങൾ വായിക്കേണ്ട പ്രധാനപ്പെട്ട ബുക്കാണ് നിതിൻ സിംഗാനിയ എന്നറിയപ്പെടുന്ന ആൾ എഴുതിയുള്ള ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ +1+2 ബുക്ക്, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ +1+2 ബുക്ക് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ NCERT, ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യയുടെ NCERT നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ട് എല്ലാ പുസ്തകവും വാങ്ങണ്ട, എല്ലാ ഏരിയയിലുള്ള ഓരോ ടെക്സ്റ്റുകളും NCERT മാത്രം നിങ്ങൾ ഇപ്പോൾ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് മാത്രം ബാക്കിയുള്ള മെറ്റീരിയൽസ് വായിച്ചാൽ മാത്രം പോരാ, എഴുതണം. എഴുതിയാലേ തെളിയുള്ളൂ. വായിച്ചാലേ വളരുമെന്നറിയില്ലേ, അതേപോലെ എഴുതിയാലേ തെളിയുള്ളൂ. എഴുതി തെളിയണം. മെയിൻ എക്സാമിന് നിങ്ങൾക്കറിയാം 1500 മാർക്കിൻ്റെ എക്സാമാണ്, പ്ലസ് 250 മാർക്കിൻ്റെ എസ്സേ ഉണ്ട്. 1750 മാർക്കിനാണ്. 1750 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ആണ്. പ്രിലിമിനറി മാത്രമാണല്ലോ ഒബ്ജക്റ്റീവ്. ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതണമെങ്കിൽ നല്ല എഴുതി ശീലം വേണം. എസ്സേ എഴുതണമെങ്കിൽ നല്ല എഴുതി ശീലം വേണം. അതുകൊണ്ട് തന്നെ വായിക്കുക, എഴുതുക, അതുപോലെ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സോ നന്നായിട്ട് നിങ്ങൾ പഠിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളും പരിചയപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.